സത്യം പറയൂ, ഇന്ന് നിങ്ങൾ പഞ്ചസാര കഴിച്ചോ? നിങ്ങളുടെ ചായയിലോ കാപ്പിയിലോ ബിസ്ക്കറ്റിലോ ഡെസേർട്ടിലോ അതോ ഒരു സ്വീറ്റായിട്ടോ? കാരണം നിങ്ങൾ ഇന്ന് പഞ്ചസാര കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകൾക്ക് വലിയൊരു പ്രഹരം, സൈലൻറ്റ് ഹിറ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നോർമൽ ആണെന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫെർട്ടിലിറ്റി പൂർണ്ണമായിട്ടും ആരോഗ്യകരമാണെന്നല്ല. പഞ്ചസാര നിങ്ങളുടെ ബീജത്തിൻ്റെ എണ്ണം കുറച്ചേക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ സ്പേം ക്വാളിറ്റിയെയും എഗ് ക്വാളിറ്റിയെയും നശിപ്പിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരുന്നുകളൊന്നും തരുന്നില്ല, പകരം ഒരു എക്സ്പെരിമെൻറ്റ് നൽകുകയാണ്. 14 ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും നോ ആഡഡ് ഷുഗർ. വീഡിയോയിൽ ഇതിനുള്ള കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാൻ തയ്യാറായിക്കൊള്ളുക. ആദ്യം തന്നെ പഞ്ചസാര എന്തുകൊണ്ടാണ് ഫെർട്ടിലിറ്റിയുടെ ശത്രുവാകുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം 14 ദിവസത്തിന് ശേഷം നിങ്ങൾ പഴയ അവസ്ഥയിൽ തന്നെ എത്തും. പഞ്ചസാര വെറുമൊരു കലോറി മാത്രമല്ല, അത് ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളാണ്. നിങ്ങൾ പഞ്ചസാര കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ പെട്ടെന്ന് വർദ്ധിക്കുന്നു. ഇത് ആവർത്തിക്കുമ്പോൾ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. നമ്മുടെ ഫെർട്ടിലിറ്റി ഹോർമോണുകൾ ഈ ഇൻസുലിന് ചുറ്റുമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഫലമായി PCOS വഷളാകുന്നു, PCOD വഷളാകുന്നു, ഓവുലേഷൻ താളം തെറ്റുന്നു, സ്പേം മോട്ടിലിറ്റി കുറയുന്നു, ലൈംഗിക താല്പര്യം കുറയുന്നു, ആർത്തവ ചക്രം ക്രമമല്ലാതാകുന്നു, നിങ്ങളുടെ മൂഡും ഉറക്കവും നശിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പേഴ്സണലി ഒരു കാര്യം മാത്രമാണ് ആദ്യമായി പറയാറുള്ളത്: പഞ്ചസാര ഒഴിവാക്കാനുള്ള നിർദ്ദേശം. അത് ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാറുണ്ട്. ഇനി ഈ 14 ദിവസം പഞ്ചസാര ഒഴിവാക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം മുതൽ 3-ാം ദിവസം വരെ നിങ്ങൾക്ക് ചെറിയ തലവേദന, അസ്വസ്ഥത, പഞ്ചസാരയോടുള്ള കടുത്ത ക്രേവിങ്സ്, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. ഇതൊരു സത്യമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണമല്ല, മറിച്ച് ശരീരം പഞ്ചസാര പിൻവലിക്കുന്നതിൻ്റെ, ഷുഗർ വിഡ്രോവലിൻ്റെ ലക്ഷണമാണ്. 3-ാം ദിവസം നിങ്ങൾക്ക് അതിയായ ആസക്തി തോന്നും. 4 മുതൽ 6 തവണ വരെ മധുരം കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. ഇവിടെ വെച്ച് നിർത്താമെന്ന് വരെ തോന്നിപ്പോകും. പക്ഷേ നിങ്ങളത് ചെയ്യില്ല, കാരണം അവിടെ പരാജയപ്പെട്ടാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഇനിയും 4-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശരീരത്തിൽ അത്ഭുതകരമായ മെറ്റബോളിക് മാറ്റങ്ങൾ നടക്കുന്നു. ഇൻസുലിൻ സ്പൈക്കുകൾ കുറയുന്നു, വയർ വീർക്കുന്നത് കുറയുന്നു, ഊർജം പെതുക്കെ വർദ്ധിക്കുന്നു, ഉറക്കം മെച്ചപ്പെടുന്നു. സ്ത്രീകളിൽ മധുരം കഴിക്കാനുള്ള ആസക്തിയും PMS ലക്ഷണങ്ങളും കുറയുന്നു. പുരുഷന്മാരിൽ രാവിലെയുള്ള ഊർജം വർദ്ധിക്കുകയും ക്ഷീണം കുറയുകയും ചെയ്യുന്നു. ഇനിയും 8-ാം ദിവസം മുതൽ 14-ാം ദിവസം വരെ ഒരു റീസെറ്റ് മോഡാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരം ഫെർട്ടിലിറ്റിക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കോശങ്ങൾ ഇൻസുലിനോട് മികച്ച രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുന്നു. ഇൻഫ്ലമേഷൻ കുറയുന്നു. ഹോർമോൺ സിഗ്നലുകൾ മികച്ചതാകുന്നു. ഞാൻ അത്ഭുതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല, എന്നാൽ ശരിയായ ദിശയിലേക്കുള്ള മാറ്റം ഉറപ്പ് നൽകുന്നു. ഇതിൻ്റെ ശാസ്ത്രം 60 സെക്കൻഡിൽ പറഞ്ഞു തരാം. ഇൻസുലിൻ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിക്കുമ്പോൾ സെക്സ് ഹോർമോണുകളുടെ സിഗ്നലുകൾ തടസ്സപ്പെടുന്നു. പുരുഷന്മാരിൽ ബീജത്തിന് ഊർജ്ജം നൽകുന്നത് മൈറ്റോകോൺട്രിയയാണ്. പഞ്ചസാരയും ഇൻഫ്ലമേഷനും കൂടിയുള്ള അന്തരീക്ഷത്തിൽ ബീജത്തിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നു. കൗണ്ട് നോർമൽ ആണെങ്കിലും ബീജത്തിൻ്റെ DNA തകരാറിലാകുന്നു, അതായത് DNA ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നു. സ്ത്രീകളിൽ പഞ്ചസാരയുടെ അളവ് സ്ഥിരമാകുമ്പോൾ ഇൻസുലിൻ ലെവൽ കൃത്യമാകുകയും ഓവുലേഷൻ സിഗ്നൽ കൃത്യസമയത്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ തെളിവിനായിട്ട് 2 ഇൻ്റർനാഷണൽ മെഡിക്കൽ പേപ്പറുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് മധുരം അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നത് ബീജത്തിൻ്റെ ചലന വേഗത കുറയ്ക്കുന്നു എന്ന് തെളിയിക്കുന്നത്. രണ്ടാമത്തേത് അത്തരം പാനീയങ്ങൾ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്നു എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ ഒരു റിയൽ സ്റ്റോറി നമുക്ക് കേൾക്കാം. 2 വർഷമായി ഗർഭധാരണത്തിനായി ശ്രമിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. ഭാര്യയ്ക്ക് PCOS ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ബീജത്തിൻ്റെ വേഗത ബോർഡർ ലൈനിലായിരുന്നു. ലെട്രോസോൾ പോലെയുള്ള മരുന്നുകൾ അവർ കഴിച്ചിരുന്നു. അവരോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: 14 ദിവസത്തേക്ക് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക. ചായ, ബിസ്ക്കറ്റ്, പാക്കറ്റ് ഫുഡ് എല്ലാം തന്നെ. 2 മാസത്തിന് ശേഷം അവരുടെ ഹോർമോണുകൾ നിയന്ത്രണത്തിലായി. ഇൻസുലിൻ സ്പൈക്ക് കുറഞ്ഞു. ഹസ്ബൻഡിൻ്റെ ബീജത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടു. വെറും 3 മാസത്തിന് ശേഷം അവർ നാച്ചുറലായിട്ട് ഗർഭം ധരിച്ചിരുന്നു. അവരുടെ പ്രഗ്നൻസി സക്സസ് സ്റ്റോറി അവർ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ റീഷെയറും ചെയ്തിട്ടുണ്ട്. നോക്കേണ്ടവർക്ക് പോയി നോക്കാവുന്നതാണ്. എന്താണ് നോ ഷുഗർ? കൃത്യമായ റൂൾസ് എന്താണ്?
പലർക്കും ഇത് തെറ്റിദ്ധാരണയുണ്ട്. ഈ 14 ദിവസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ള പഞ്ചസാര, ശർക്കര, തേൻ, അതെ, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മധുര പലഹാരങ്ങൾ, ബിസ്ക്കറ്റുകൾ, കേക്കുകൾ, ബേക്കറി സാധനങ്ങൾ, എല്ലാത്തരം കൂൾ ഡ്രിങ്ക്സുകൾ, പാക്കറ്റ് ജ്യൂസുകൾ, ഹെൽത്തി എന്ന് പറഞ്ഞ് വിൽക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലും സോസുകളിലും ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാര നിങ്ങൾ തീർത്തും ഒഴിവാക്കുക തന്നെ വേണം. നിങ്ങൾക്ക് എന്ത് കഴിക്കാം? ഫ്രൂട്ട്സ്, കരിക്കിൻ വെള്ളം, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അത് പ്രത്യേകിച്ചും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. തൈര്, മോര്, ലസ്സി, ചെറിയ അളവിൽ നട്ട്സ്, വിത്തുകൾ, ഇതിലെല്ലാം ഒമേഗ 3 ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് പട്ടിണി കിടക്കലല്ല, ശരീരത്തെ ക്രമീകരിക്കലാണ്. ആരൊക്കെയാണ് ഇത് പരീക്ഷിക്കേണ്ടത്? PCOS ഉള്ളവർ, ആർത്തവം ക്രമമല്ലാത്തവർ, ബോർഡർ ലൈൻ ഷുഗറും ഫാറ്റി ലിവറുമുള്ളവർ, ബീജത്തിൻ്റെ വേഗത കുറഞ്ഞവർ, IVF പരാജയപ്പെട്ടവർ, IVF ചെയ്യുന്നവർ, എപ്പോഴും ക്ഷീണം തോന്നുന്നവർ, വയറ്റിൽ കൊഴുപ്പുള്ളവർ എന്നിവർ ഇത് തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ആരൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഗർഭിണിയായ ആളാണെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരുന്നുകളല്ല നൽകുന്നത്, നിങ്ങളുടെ ജീവിതശൈലി മാറ്റാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. 14 ദിവസം പഞ്ചസാര ഉപേക്ഷിക്കൂ. നിങ്ങളുടെ ഹോർമോണുകളെ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ അനുവദിക്കൂ. ശരീരത്തിലെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ വീഡിയോ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വയ്ക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ലഭിക്കട്ടെ. അപ്പോൾ ഈ 14 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഫെർട്ടിലിറ്റി റിപ്പോർട്ടുകൾ മാറ്റി എഴുതാൻ ഈ ഒരു തീരുമാനം മാത്രം നിങ്ങൾക്ക് മതിയാകും. ഇന്നു മുതൽ 14 ദിവസത്തേക്ക് പഞ്ചസാരയോട് നോ പറയൂ. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെ ഷുഗർ ഫ്രീ 14 എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹോർമോണുകൾ സ്വതന്ത്രമായി ശ്വസിക്കട്ടെ. വർഷങ്ങളായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് ഈ 14 ദിവസങ്ങൾ ഒരു പുതിയ വഴി തുറന്നു തന്നേക്കാം. മരുന്നുകൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഇച്ഛാശക്തിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. പഞ്ചസാര ഉപേക്ഷിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനായുള്ള ആരോഗ്യകരമായ ഇടം ഒരുങ്ങട്ടെ. ആത്മവിശ്വാസത്തോടെ ഈ യാത്ര തുടങ്ങും. പഞ്ചസാര കഴിച്ച് ശീലമുള്ളവർക്ക് പഞ്ചസാര ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യത്തെ 3 ദിവസങ്ങൾ വളരെ തന്നെ കഠിനമായിരിക്കും. പക്ഷെ ഒരു നിമിഷം ആലോചിക്കുക. ആരോഗ്യകരമായ ഒരു കുഞ്ഞ് എന്ന നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ വലുതാണോ ഈ ഒരു മധുരം? ഈ 14 ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും. ഇന്ന് തന്നെ ആരംഭിക്കൂ. മാറ്റം അനുഭവിച്ചറിയൂ. ഇനി കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് വെള്ള പഞ്ചസാരയും പാക്കറ്റ് ഫുഡും ഒക്കെ പുറത്താക്കാൻ സമയമായി. ഈ 14 ദിവസത്തെ നോ ഷുഗർ ചലഞ്ച് ഒരു പരീക്ഷണമല്ല, അതൊരു ജീവിതശൈലി മാറ്റമാണ്. കൃത്യമായ ചെക്ക് ലിസ്റ്റ് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ആരോഗ്യ യാത്രയിൽ അവരെയും പങ്കാളികളാക്കുക. തുടങ്ങുകയല്ലേ? നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങളോ ഉണ്ടോ? എങ്കിൽ ഒട്ടും മടിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലൂടെ എന്നോട് വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്നോട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.